ദിവ്യകാരുണ്യ ഈശോയും ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും ഏറെ സ്നേഹിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന ഈ ലോകത്ത് നിറയ്ക്കുന്ന പ്രസരിപ്പും പ്രകാശവും അനുഗ്രഹങ്ങളും മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ പരിശുദ്ധമായ സ്നേഹം അറിയാനും അനുഭവിക്കാനും നമുക്ക് നൽകിയ ഈ വലിയ അവസരത്തിന് സർവേശ്വരന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ദേവാലയങ്ങളിൽ അൾത്താരയിൽ സന്നിഹിതനാകുന്ന ദിവ്യകാരുണ്യ ഈശോ ദിവ്യസക്രാരിയിൽ ഇപ്പോൾ നമ്മെ നോക്കിയിരിപ്പുണ്ട് എന്ന വലിയ ബോധ്യത്തോടുകൂടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയർപ്പിക്കാം. നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ദിവ്യകാരുണ്യ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, കളങ്കമില്ലാത്ത ഹൃദയത്തിൽ ഒരു നിധിയെപ്പോലെ സൂക്ഷിക്കപ്പെട്ട അവിടുത്തെ തിരുസാന്നിധ്യം പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആ സാന്നിധ്യത്തെ സ്നേഹത്തോടും ത്യാഗത്തോടും സഹനത്തോടും സന്തോഷത്തോടും കൂടെ സ്വീകരിച്ച് ഒരു ബലിയായി, ബലിവസ്തുവായി ജീവിക്കുവാൻ ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് ഏകണമേ. ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ശ്രവിക്കുന്ന ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അനുഗ്രഹദായകമായ അനുഭവങ്ങളും ഓർമ്മകളും ദിവ്യകാരുണ്യനാഥയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടാകാൻ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യവും സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ നമുക്കറിയാം, നാം ധ്യാനിക്കാറുണ്ട്. സഭയിൽ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ് അന്ന് എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. വളരെ ആഘോഷപരമായി തന്നെ വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമെല്ലാം അന്നത്തെ ദിവസം നമ്മൾ ആചരിക്കാറുണ്ട്, നടത്താറുണ്ട്. ദിവ്യകാരുണ്യ ഈശോയോടുള്ള പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇവയെങ്കിലും ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു തിരുനാൾ ആഘോഷിക്കുക എന്നത് നമ്മുടെ സഭയിൽ കുറേ നാളുകളായിട്ട് അനുവർത്തിക്കുന്ന ഒരു കാര്യമാണെന്ന് ഇപ്പോൾ നമുക്ക് ഓർക്കാം. പെസഹ വ്യാഴാഴ്ച ഈശോ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. അന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നാം ഓർക്കുന്നെങ്കിലും എന്താണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാനുള്ള കാരണങ്ങൾ എന്ന് നമുക്കൊന്നിപ്പോൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് അങ്ങനെയൊരു ദിവസം സ്ഥാപിതമാകുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് ഒരു ബെൽജിയൻ അഗസ്റ്റിനിയൻ കന്യാസ്ത്രീയായിരുന്ന മൗണ്ട് കോർണറില്ലറിലെ വാഴ്ത്തപ്പെട്ട ജൂലിയാനയാണ്. ജൂലിയാനയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ ഈശോ പല പ്രാവശ്യം അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയോട് ഈശോ പറയുകയും ചെയ്തു. ആ സമയത്ത് ഈശോ ജൂലിയാനയോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, സമരസഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പ്രത്യേക ആഘോഷത്തിൻ്റെ തിരുനാളിൻ്റെ ദിവസമില്ല. അങ്ങനെയൊരു ദിവസം ആചരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. മകളെ, നീ അധികാരികളെ ഇത് അറിയിക്കണം. കാരണം വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിൻ്റെ ശക്തി വർദ്ധിക്കേണ്ട കാലമാണിത്. മനുഷ്യമക്കൾ ആ ശക്തി പ്രാപിക്കേണ്ട കാലമാണിത്. എന്നാൽ ഇത് ചോദ്യചിഹ്നമായി മാറിപ്പെടുകയും വിശ്വാസം ക്ഷയിക്കുകയും ചെയ്യുന്നു. ഇനിയും ആ അവിശ്വാസം വർദ്ധിക്കുകയേ ഉള്ളൂ. ക്രിസ്തീയ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച്
അറിയാൻ ആഗ്രഹമുള്ളവരെ അത് അറിയിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. വീണ്ടും ഈശോ പറഞ്ഞു, പെസഹ വ്യാഴാഴ്ച നിങ്ങളിത് ഓർക്കാറുണ്ടെങ്കിലും അന്നത്തെ ദിവസം കൂടുതലായി നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ കുരിശുമരണവും പീഡാസഹനവുമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന മനുഷ്യമക്കളെല്ലാം വിശുദ്ധ കുർബാനയുടെ മഹാരഹസ്യത്തിൻ്റെ ശക്തിയിലേക്ക് കടന്നു വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേരെയുള്ള നിന്ദനങ്ങൾക്കും അപമാനങ്ങൾക്കും പരിഹാരം ചെയ്തുകൊണ്ട് അഗാധമായ ആരാധന ഈ കൂദാശയ്ക്ക് നൽകേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടു, പറഞ്ഞു മനസ്സിലാക്കി. വാഴ്ത്തപ്പെട്ട ജൂലിയാന അത് അധികാരികളെ അറിയിച്ചെങ്കിലും 20 വർഷക്കാലം ഇതേ തുടർന്ന് ഒരു തീരുമാനവും ഉണ്ടായില്ല. അതാർക്കും വിശ്വസിക്കാൻ സാധിച്ചതുമില്ല. എന്നാൽ വാഴ്ത്തപ്പെട്ട ജൂലിയാന സുപ്പീരിയർ ആയിരുന്ന സമയത്ത് ലിജിയയിലുള്ള ബിഷപ്പിനോടും ആർച്ച് ഡീക്കനോടും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ഇതേക്കുറിച്ച് ബോധ്യം നൽകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ആർച്ച് ഡീക്കൻ പിന്നീട് 4ാം ഉർബൻ മാർപ്പാപ്പയായി സ്ഥാനമേറ്റെടുത്ത നാളുകൾക്കുള്ളിൽ തന്നെ ഈ സത്യം, ഈ വിശ്വാസം, ഈ തിരുനാളിനെക്കുറിച്ചുള്ള ആഘോഷം ലിജിയയിൽ ആരംഭിച്ചു. അത് പിന്നീട് 1246 സാർവത്രിക സഭയിലും ആഘോഷിക്കാൻ തുടങ്ങി. ഇതിന് ഉപോത്ബലകമായി എന്നോണം ഇറ്റലിയിലെ ഓർവിറ്റോ എന്ന സ്ഥലത്ത് ദിവ്യകാരുണ്യ അത്ഭുതം 1263 നടന്നു. അന്നും 4ാം ഉർബൻ മാർപ്പാപ്പ ഇത് തിരുനാളായി അവിടെ ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇപ്പോഴും എല്ലാ വർഷവും ദിവ്യകാരുണ്യനാഥൻ്റെ ദിവ്യബലിയുടെ അനുസ്മരണവും കുർബാന ആഘോഷവും തിരുനാളും അവിടെ കൊണ്ടാടപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? വിശുദ്ധ കുർബാന 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ സംഭവിച്ച ഒരു കാര്യമാണെന്നും അത് വീണ്ടും തുടരേണ്ടതില്ലെന്നും ഇതൊരു വിവാദ വിഷയമാണെന്നൊക്കെ പറഞ്ഞ് കുർബാനയിലുള്ള വിശ്വാസത്തെ അവിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക് തള്ളിയിടുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലാണ് നമ്മളുടെയൊക്കെ ജീവിതം ഇന്ന്. സത്യമായും യേശു വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിത അനുഭവങ്ങൾ ദൈവ ആരാധനയായിട്ട് മാറേണ്ടതുണ്ട്. വിശുദ്ധ കുർബാനയും സഭയും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് നമ്മുടെ കാലഘട്ടത്ത് ജീവിച്ച് മരിച്ച് വിശുദ്ധനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സഭയും കുർബാനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പാപ്പ പറയുന്നു, സഭയും കുർബാനയും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ച് അതിൻ്റെ സർവ്വസമ്പന്നതയോടും കൂടെ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സഭയുടെ അമ്മയും മാതൃകയുമായ കന്യകാമറിയത്തെ അവഗണിക്കാൻ പാടില്ല. 12ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, ശിരസ്സായ ക്രിസ്തുവും ശരീരമായ സഭയും തമ്മിൽ കൂട്ടിയിണക്കുന്ന കഴുത്താണ് പരിശുദ്ധ കന്യകാമറിയമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കുർബാനയുടെ സ്ത്രീ എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ച പരിശുദ്ധ കന്യകാമറിയം, ആദ്യത്തെ സക്രാരി എന്ന് പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ എഴുതി വെച്ച പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ കുർബാനയുടെ നിത്യരക്ഷയുടെ അടയാളമായിട്ട് നമ്മുടെ മുൻപിൽ എപ്പോഴും നിലനിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് മക്കൾ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ ഏറെ സന്തോഷമാണെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി, എൻ്റെ മക്കളെ, എൻ്റെ ബാല്യകാല ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണ്ണ വിശുദ്ധിയിലും കന്യാവ്രതത്തിലും ലോക അരൂപിയിൽ നിന്നുള്ള അജ്ഞാതാവസ്ഥയിലും സുദീർഘമായ നിശബ്ദതയിലും കഴിച്ചുകൂട്ടിയ കാലഘട്ടമാണ്. ഞാനന്ന് വലിയൊരു ദൈവിക പദ്ധതിക്ക് ഞാൻ അറിയാതെ ഒരുങ്ങുകയായിരുന്നു. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വചനം മനുഷ്യപ്രകൃതി സ്വീകരിക്കേണ്ടതിന് എന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പിതാവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും
പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യപ്രകൃതി നൽകാൻ ഞാൻ ഉവ്വ് എന്ന് പ്രത്യുത്തരിച്ചപ്പോൾ പിതാവിനുണ്ടായ സന്തോഷം എന്തുമാത്രമാണെന്നോ. ഈ സന്ദേശമൊക്കെ കേൾക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഞാനും ചിന്തിക്കും, പരിശുദ്ധ അമ്മ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ വചനത്തിനെ മനുഷ്യനായി ലോകത്തിലേക്ക് സമ്മാനിച്ചൊരു അമ്മ, ദൈവത്തിൽ മനുഷ്യൻ ഒന്നായിത്തീരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരമ്മയാണ്. അമ്മയ്ക്ക് മനുഷ്യമക്കൾ കുർബാനയായി മാറേണ്ടത് കാണാൻ കൊതിയുണ്ടെന്ന് ഞാൻ ഓർത്തുപോകുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ 3 പ്രാവശ്യം ഈശോയുടെ തിരുശരീര രക്തങ്ങൾ തിരുമാംസ രക്തമായി മാറുന്നത് അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് അത് അനുഗ്രഹപ്രദമായി കാണുവാനും സാധിച്ച ആ നിമിഷങ്ങളെ ഞാൻ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവിൻ്റെ കാരുണ്യം എത്രയോ വലുതാണെന്ന് ഈ നിമിഷം ഞാൻ ഏറ്റുപറയുന്നു. അന്നേ ദിവസം ഈശോ തന്നൊരു സന്ദേശമുണ്ട്. ബലിവേദിയിൽ ബലിയാടാകുന്ന എന്നോടും പിതാവായ ദൈവത്തോട് മനുഷ്യമക്കൾ കാണിക്കുന്ന നിന്ദനങ്ങളും അവഹേളനങ്ങളും വർദ്ധിച്ചു വരുന്നു. ഓരോ ബലിവേദിയിലും ത്യാഗത്തോടെ സ്നേഹത്തോടെ ഞാൻ ഇറങ്ങി വരുന്നുണ്ട് ജീവനുള്ള ദൈവമായി എന്ന് മനുഷ്യമക്കൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മകളെ, വചനം മാംസമായി, മാംസം ബലിയായി, ബലി പുതുജീവനേകി. അനാദിയിൽ നടന്ന ഈ സംഭവം ഇപ്പോഴും രക്ഷാകര സംഭവമായി തന്നെ ഓരോ അൾത്താരയിലും നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ മകളെ നീ രുചിച്ചറിഞ്ഞത്? ഈ വലിയ സത്യം നടന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്താലാണ്. എൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമാണ്. അന്നേ ദിവസം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലോകത്ത് ജീവിക്കുന്ന ദൈവമായി ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ എഴുന്നള്ളി വരുന്നു എന്ന മഹാസത്യം ലോകത്തിനു മുൻപിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ പാപിയായ എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന് എത്രയും നന്ദി പറഞ്ഞാലും മതി വരില്ല എന്ന് ഞാൻ ആവർത്തിച്ച് ആ സമയത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ വലിയ ഗുണങ്ങളോ നന്മയോ ഒന്നും കണക്കിലെടുത്തിട്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത് എന്നെനിക്കറിയാം. പക്ഷേ ദിവ്യകാരുണ്യം, അവഹേളിക്കപ്പെടുന്ന ബ്ലാക്ക് മാസ് സെൻ്ററുകളിലേക്ക് ഓടിക്കൂടുന്ന മനുഷ്യർ എത്രമാത്രം ഔചിത്യത്തോടെയാണ് അവിടേക്ക് ഓടുന്നതെന്ന് മനസ്സിലാക്കാതെ സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടസുഖങ്ങളിൽ അവരുടെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് ഓടിപ്പോകുമ്പോൾ, പരിശുദ്ധ കുർബാന അവിടെ അവഹേളിക്കപ്പെടുമ്പോൾ, ക്രിസ്ത്യാനി എന്ന നിലയിൽ ദുഃഖിക്കേണ്ടവളും പരിതപിക്കേണ്ടവളും പ്രാശ്ചിത്തം ചെയ്യേണ്ടവളുമാണ് ഞാനെന്നോർക്കുമ്പോൾ, ഓർക്കണമേ ലോകമേ, ദുഷിച്ച ലോകമേ, നീ എവിടേക്കാണ് ഓടുന്നത് എന്ന പരിശുദ്ധമ്മയുടെ ചോദ്യത്തിനു മുൻപിൽ ഞാനും നിങ്ങളും ഉത്തരം കൊടുക്കേണ്ടവരാണ്. നമ്മെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് ഓരോ പ്രഭാതത്തിലും അണയേണ്ടവരാണ് ഞാനും നിങ്ങളെന്ന ഓർമ്മ നമ്മുടെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും. യോഹന്നാൻ 1:50 പറയുന്നത് പോലെ, സ്വർഗം തുറക്കപ്പെടുന്നതും ദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും ഞാൻ കണ്ടു എന്ന് സത്യമായും സംഭവിക്കുന്ന സാഹചര്യങ്ങളെയും സാധ്യതകളെയും കുറിച്ച് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് സംഭവിക്കുന്നത് എവിടെയാണെന്നോ? അൾത്താരയിലെ ബലിവേദിയിൽ. സ്വർഗം മുഴുവനും ഇറങ്ങി വരുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. പരിശുദ്ധ അമ്മ മക്കളെ കുർബാനയ്ക്കൊരുക്കി ബലിപീഠത്തിൻ്റെ വലതുഭാഗത്ത് മുട്ടുകുത്തിക്കൊണ്ട് കുർബാനയർപ്പണത്തിനായി ഹൃദയം വിരിച്ചിട്ട് അൾത്താരയാക്കി മാറുന്ന ആ ധന്യനിമിഷത്തിൽ പുതപ്പിൻ്റെ അടിയിലെ സുഖത്തിനടിയിൽ കിടന്നുറങ്ങി വിശ്രമിക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. ക്രിസ്തീയ ജീവിതം സഭാത്മകമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളായി മാറുന്ന വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഊർജം സ്വീകരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത്. രക്തസാക്ഷികളും വിശുദ്ധരും ഈ കുർബാനയുടെ വലിയ ശക്തിയെയും സ്രോതസ്സിനെയും ആശ്രയിച്ചവരാണ്. ഈ ശക്തി സ്രോതസ് ഇന്നും ഓരോ ബലിവേദിയിലും പൂർത്തിയാകുമ്പോൾ ലോകത്തിൻ്റെ സ്രോതസ്സുകളിലേക്കും ലോക ഹീറോയിസത്തിലേക്കും പോകാൻ മനുഷ്യൻ്റെ ചിന്തയെ തിരിച്ചുവിടുന്നത് പിശാച്ചാണെന്നുള്ള ധാരണയും ചിന്തയും
മനുഷ്യർ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, കുർബാനയോളം വലിയ ശക്തിയില്ല. കത്തോലിക്ക സഭയുടെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. ആഘോഷങ്ങളുടെ ആഘോഷം, കൂദാശയുടെ കൂദാശ, ജീവൻ്റെ ഉറവിടം, സർവസമ്പന്നതയുടെയും കലവറ. അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ അഭയം പ്രാപിച്ചിട്ട് വിശ്വസിച്ചിട്ട് ഇന്നേ വരെ നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല. കാരണം എന്തെന്നോ, ഉടലും ഉയിരും ഉടയവന് സമ്മാനമായി ബലിയായി സമർപ്പിച്ചുകൊണ്ട് തന്നെ ഭരമേൽപ്പിച്ച ഉറ്റവരെ രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കടൽ തുറന്ന് ആ രക്ഷാകര ബലിയിലേക്ക് പങ്കുപറ്റാൻ വിളിക്കുന്ന ഈശോ രക്ഷയുടെ കിണറായി മാറ്റുന്ന, രക്ഷയുടെ അടയാളമായി മാറ്റുന്ന മഹാരഹസ്യമാണ് വിശുദ്ധ കുർബാനയെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഉറ്റവരെ ഉടലോട് ചേർത്ത് നിർത്താൻ മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് ജീവിക്കാൻ ഈശോ ഇന്നും ആഗ്രഹിക്കുന്നു. അതിനാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈ കുർബാനയുടെ അത്ഭുതകരമായ ശക്തി ഒരു തിന്മയ്ക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് വെറുമൊരു ഓസ്തിയുമായിട്ട് ബ്ലാക്ക് മാസ് സെൻ്ററുകളിലേക്ക് പോകുന്ന പലരെയും അവർ ഭീഷണിപ്പെടുത്തി അയക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് വെച്ച തിരുവോസ്തിയുമായി പോകുന്നവർക്ക് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്തിനാണ് ഈശോയുടെ തിരുശരീരം വിലപേശലിന് അടിമയാകുന്നത്? എന്തിനാണ് സാത്താൻ കറുത്ത കുർബാനയുമായിട്ട് ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനിയായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഏറ്റവും വലിയ ശക്തിയും കൃപയുടെ ഉറവിടവും വിശുദ്ധ കുർബാനയുടേത് മാത്രമാണ്. ക്രിസ്ത്യാനി എന്ന നിലയിൽ മാത്രമല്ല, ക്രിസ്തുവിനെ അറിഞ്ഞവൻ ആരും, ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആരും വിശുദ്ധ കുർബാന മുടക്കരുതേ. പ്രഭാത ബലിക്കായിട്ട് മനുഷ്യമക്കൾ ബലിയർപ്പണത്തിനായി ഓടിച്ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഒരുക്കിവിടുന്ന അനുഭവം പലപ്പോഴും അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരു ബലിയും അന്യമല്ല നമുക്ക് എന്ന് ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കണം. സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക എന്നത് എത്രയോ വലിയ കാര്യമാണ്. പരിശുദ്ധ അമ്മ ഒരിക്കൽ പറഞ്ഞു തന്നു, എൻ്റെ കുഞ്ഞെ, സഹനത്തിൻ്റെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും സന്തോഷങ്ങളുടെയും സമ്മിശ്ര ജീവിതം നീ അർപ്പിക്കേണ്ടത് ബലിപീഠത്തിലാണെന്ന് ഓർക്കുക. എന്നിട്ട് അമ്മ പറഞ്ഞു, കാൽവരിയിൽ എൻ്റെ മകൻ്റെ ബലി സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ആത്മാവിൽ ഞാൻ ബലിയർപ്പിച്ചു. എൻ്റെ പുത്രൻ്റെ ബലിയുടെ സമയത്ത് അവൻ അനുഭവിക്കുന്ന വേദനകൾ, ശാരീരിക വേദനകൾ മുഴുവനും ആത്മീയമായി ഒപ്പിയെടുക്കാൻ ദൈവം എനിക്ക് ശക്തി തന്നു, കൃപ തന്നു. ഉള്ളം നിറഞ്ഞ നൊമ്പരത്തോടെ, അതിലേറെ പ്രത്യാശയോടെ ദൈവത്തിന് സിംഹാസനം ഒരുക്കുവാനായിട്ട് ഞാനപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ബലിപീഠത്തിൻ്റെ കീഴെ നിന്നുകൊണ്ടിരുന്നത്. എൻ്റെ തിരുക്കുമാരൻ സിംഹാസനസ്ഥനാകുന്നു കുരിശിൽ. മൂഢരായ മനുഷ്യർ ചിന്തിക്കും, ഇത് പാപത്തിൻ്റെ ഫലമായി കിട്ടിയ ശിക്ഷയല്ലേ എന്ന്. അല്ല കുഞ്ഞെ, എൻ്റെ കുഞ്ഞ് സിംഹാസനസ്ഥനാവുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലും ഹൃദയത്തിലും നിറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഉണ്ണിക്ക്, ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആദ്യത്തെ സിംഹാസനമൊരുക്കി. ആ സിംഹാസനത്തിൻ്റെ ഓർമ്മ കുരിശിലെ ബലിയുടെ സമയത്തും പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഉണ്ണിയെ മടിയിലിരുത്തി താലോലിച്ചപ്പോഴും ഈ അമ്മയ്ക്ക് ആ ഓർമ്മയുണ്ടായിരുന്നു. ഉണ്ണിയെ വീഴാതെ കരങ്ങൾ പിടിച്ച് നടത്തിയപ്പോഴും, ഉണ്ണിയുടെ ജീവിതകാലം 30 വർഷം മുഴുവനും കൂടെയായിരുന്നപ്പോഴും പരിശുദ്ധ കുർബാനയാകേണ്ട ഉണ്ണിയുടെ ശരീരത്തെ നോക്കി അമ്മ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 30 വർഷക്കാലം പുത്രൻ്റെ പരസ്യ ജീവിതത്തിനുള്ള ഒരുക്കത്തിനായിട്ട് പ്രാർത്ഥനയായി തീർന്ന കുർബാനയുടെ അമ്മ, കുർബാനയർപ്പിക്കേണ്ട കാൽവരി ബലിപീഠത്തിനരികിലേക്ക് കാൽവരിയുടെ വഴിത്താരകൾ സുപരിചിതമാക്കി കൊടുത്ത പരിശുദ്ധ അമ്മ, വീഴുമ്പോഴും താങ്ങാനൊരു ഹൃദയമുണ്ടെന്ന് പുത്രനോട് മൗനമായി ഉദ്ഘോഷിച്ച പരിശുദ്ധ അമ്മ, ആ അമ്മ ഇന്നും നമ്മളോട് പറയുന്നു, കാൽവരി ബലി അന്യമായി പോകരുതേ, ബലി മുടക്കരുതേ എന്ന്.
ദിവ്യകാരുണ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കൂ. എന്നോടൊപ്പം ബലിവേദിയിലേക്ക് വരൂ. നമുക്കവിടെ ബലിയർപ്പിക്കാം. നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹം മാറ്റാൻ യേശുവിൻ്റെ രക്തമുണ്ട് അവിടെ. നിങ്ങളുടെ ആത്മാവിൻ്റെ വിശപ്പകറ്റാൻ എൻ്റെ തിരുക്കുമാരൻ്റെ ശരീരമുണ്ട് അവിടെ. ജീവനും കൃപയും ശക്തിയും സ്നേഹവും നൽകുന്ന യേശുവിൻ്റെ ഹൃദയം നിങ്ങളുടെ സ്വന്തമാക്കാൻ നിങ്ങളുടെ ജീവിത ബലിയുമായിട്ട് എന്നും ബലിപീഠത്തിൽ അരികെ വരുമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, കുർബാനയുടെ അമ്മയോട് ചേർന്ന് കുർബാനയാകാനുള്ള ആഗ്രഹവുമായിട്ട് ദൈവവചനത്തിൻ്റെ തിരുമുൻപിൽ ഫിയാത്ത് പറഞ്ഞ അമ്മ, പിയാത്തയായി തീർന്ന അനുഭവവുമായിട്ട് അമ്മയുടെ മടിത്തട്ട് ഇന്നും ഒഴിഞ്ഞുകിടപ്പുണ്ട്. നമ്മുടെ ജീവിതം അവിടെ സമർപ്പിക്കാൻ അത് ആ ഓർമ്മയോടുകൂടെ ബലിപീഠത്തിൻ്റെ അരികിലേക്ക് നമുക്ക് ഓടിയണയാം. ഈ ലോകത്തിലെ എല്ലാ നന്മ പ്രവൃത്തികൾ എടുത്താലും ഒരു വിശുദ്ധ കുർബാനയുടെ വിലയോളം ആവില്ല എന്ന് വിശുദ്ധാത്മാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെത്രയോ സത്യമാണ്. അനുദിനം ബലിക്ക് പോകുമ്പോൾ ലഭിക്കുന്ന ഒരു ഊർജവും ഉണർവും ഏത് രോഗത്തിനും സൗഖ്യവും, ഏത് ദുരാത്മാക്കളിൽ നിന്നുള്ള മോചനവും, ഏതു ഭയാനകതയിൽ ധൈര്യവും നൽകാൻ ശക്തിയുള്ളതാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട മേലങ്കിയാൽ പരിശുദ്ധ അമ്മ പുരോഹിതരെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബലിവേദിയിലേക്ക് അണയുന്നത് നമുക്ക് ആഗ്രഹത്തോടെ കൊതിയോടെ കണ്ടും അനുഭവിച്ചും പങ്കെടുക്കാം. ഉണ്ണീശോയ്ക്ക് കാലിത്തൊഴുത്തിൽ ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മ എപ്രകാരമാണോ ഉണ്ണിയെ ആദ്യമായി കണ്ടത്, ആ അനുഭവത്തോടെ നമുക്ക് ദിവ്യകാരുണ്യീശോയെ കാണാം, ആരാധിക്കാം. ദിവ്യകാരുണ്യീശോയുടെ തിരുസന്നിധിയിലേക്ക് ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങയുടെ തിരുക്കുമാരനോടും അവിടുത്തെ തിരുഹൃദയത്തോടും യോജിച്ച് വിമല ഹൃദയമാകുന്ന സക്രാരിക്ക് ചുറ്റും ഞങ്ങളുടെ ജീവിത ചക്രം തിരിക്കാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന ശക്തിസ്രോതസ്സായ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുവാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.